നമസ്കാരം. ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിൽ മാത്രമല്ല, ലോകശക്തികളിൽ ഒന്നായി ഉയർന്നു വരുന്ന രാഷ്ട്രമെന്ന നിലയിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധ നേടുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയ സുരക്ഷ, പ്രതിരോധ സംവിധാനങ്ങൾ, അതിർത്തി സംരക്ഷണം എന്നിവയിൽ ഇന്ത്യ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിൽ, അതായത് മോദി അധികാരത്തിൽ വന്നതിനു ശേഷം പ്രത്യേകം നേടിയ മുന്നേറ്റം അതുല്യമാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ ഭീഷണികൾക്കും അതിർത്തി കടന്നുള്ള വെല്ലുവിളികൾക്കും മറുപടിയായി ഇന്ത്യ സാങ്കേതികമായും സൈനികപരമായും ശക്തമായ ഒരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ കഴിഞ്ഞ 10 വർഷങ്ങൾ നിരവധി പരിഷ്കരണങ്ങൾക്ക് സാക്ഷിയായി. ദേശീയ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO രാജ്യാന്തര നിലവാരത്തിലുള്ള ആയുധങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, എയർ ഡിഫൻസ് സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവ വികസിപ്പിച്ചു. അഗ്നി, പൃഥ്വി, ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ ഇന്ത്യയെ സ്വയം പ്രതിരോധിക്കാൻ കഴിവുള്ള ശക്തമായ രാഷ്ട്രമാക്കി മാറ്റി. പ്രത്യേകിച്ച് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഇന്ത്യയുടെ സാങ്കേതിക കഴിവിന്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിൽ, ആണവ ഭീഷണി പോലും മുഴക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ, ഇന്ത്യ പാകിസ്ഥാനെ തോക്കിൻ മുനയിൽ നിർത്തിയിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞു. ഇടവും വലവും അനങ്ങാൻ സമ്മതിക്കാതെ ഒരൊറ്റ കാഞ്ചിവലിയിൽ തകർന്നു തരിപ്പണമാകുന്ന വിധം ഇന്ത്യൻ സേന പാകിസ്ഥാനെ ഇന്ത്യയുടെ മിസൈലുകളുടെ പരിധിയിൽ ചക്രവ്യൂഹത്തിൽ പെടുത്തിക്കഴിഞ്ഞു. പാകിസ്ഥാനെ ഓരോ ഇഞ്ച് പ്രദേശവും ഇപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളുടെ പരിധിയിലാണ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലക്നൌവിലെ ബ്രഹ്മോസ് എയ്റോസ്പേസ് യൂണിറ്റിൽ നിർമ്മിച്ച ആദ്യ ബാച്ച് ബ്രഹ്മോസ് മിസൈലുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. രാജ്നാഥ് സിംഗും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് മിസൈലുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ശത്രുക്കൾക്ക് ഇന്ത്യയുടെ ആധുനിക മിസൈലുകളിൽ നിന്ന് ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് രാജ്നാഥ് സിംഗ് ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ വിജയം ഒരു ശീലമായി മാറിയിരിക്കുന്നെന്നും രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തെ കൂടി പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. ബ്രഹ്മോസ് ഒരു മാസത്തിനുള്ളിൽ 2 രാജ്യങ്ങളുമായി 4000 കോടി രൂപയുടെ കരാറുകളിൽ ഒപ്പുവെച്ചതായി രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ലക്നൌ യൂണിറ്റിന്റെ വിറ്റുവരവ് ഏകദേശം 3000 കോടി രൂപയായിരിക്കും. വാർഷിക GST പിരിവ് 5000 കോടി രൂപയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വിജ്ഞാന കേന്ദ്രമായി ലക്നൌ മാറുമെന്നും വരും വർഷങ്ങളിൽ മറ്റു രാജ്യങ്ങളിലെ വിദഗ്ധർ ഇവിടെ എത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനത്തിന്റെ നിർമ്മാതാക്കളായ ബ്രഹ്മോസ് എയ്റോസ്പേസ് ലക്നൌവിലെ സരോജിനി നഗറിലുള്ള പുതിയ ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് യൂണിറ്റിൽ നിന്നുള്ള ആദ്യ ബാച്ചിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2025 മെയ് 11 ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക യൂണിറ്റിൽ മിസൈൽ സംയോജന പരിശോധന, അന്തിമ ഗുണനിലവാര പരിശോധന എന്നിവയ്ക്കെല്ലാം സൗകര്യങ്ങളുണ്ട്. മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ പ്രതിരോധ ഉൽപാദനത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിയാൽ ഒതുങ്ങുന്നതല്ല. അതിന്റെ ഭാഗമായാണ് തേജസ് യുദ്ധവിമാനം, അർജുൻ ടാങ്ക്, INS വിക്രാന്ത് വിമാനവാഹിനി കപ്പൽ തുടങ്ങിയ ആഭ്യന്തരമായി നിർമ്മിച്ച പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സൈന്യത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ വ്യവസായം ഇന്ന് ലോക മേഖലയിലും വളർച്ച പ്രാപിച്ചു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളുമായി സംയുക്ത പദ്ധതികൾ വഴിയും സ്വയം നിർമ്മാണ പദ്ധതികളിലൂടെയും ഇന്ത്യ സൈനിക കയറ്റുമതിയിലും പ്രധാന സ്ഥാനത്തെത്തുകയാണ്. പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയ അസ്ഥിരതയും അതിന്റെ പ്രതിരോധ ശേഷിയെ തളർത്തിയിരിക്കുമ്പോൾ ഇന്ത്യ സ്ഥിരതയോടെ മുന്നേറുകയാണെന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ ഭീകര സംഘടനകളെ ആശ്രയിച്ച് ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ നേരിട്ടുള്ള സൈനിക ശക്തിയിലൂടെയാണ് മറുപടി നൽകുന്നത്. പാകിസ്ഥാൻ ആണവ ശക്തിയുള്ള രാഷ്ട്രമെങ്കിലും ഇന്ത്യയുടെ ആണവ പ്രതിരോധ നയം കൂടുതൽ നിയന്ത്രിതവും ഉത്തരവാദിത്വപരവുമാണ്. നോ ഫസ്റ്റ് യൂസ് എന്ന നയം പാലിച്ചുകൊണ്ട് ഇന്ത്യ ലോകശക്തികളിൽ വിശ്വസനീയമായ രാഷ്ട്രീയമായി നിലനിൽക്കുന്നു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികളെയും ഭീകരവാദത്തെയും നേരിടാൻ ഇന്ത്യയുടെ സൈന്യവും രഹസ്യാന്വേഷണ സംവിധാനങ്ങളും പരമാവധി കരുത്തോടെ പ്രവർത്തിക്കുന്നു. സ്വയം നിർമ്മാണ പദ്ധതികളും സാങ്കേതിക നവീകരണങ്ങളും ചേർന്ന് ഇന്ത്യയെ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായ രാഷ്ട്രമെന്ന നിലയിൽ മാറ്റി. ഇനി ആണവ ഭീഷണി ഉയർത്തുന്ന പാകിസ്ഥാൻ ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞിരിക്കും. ഇത് വെറും പ്രതിരോധത്തിന്റെ കഥയല്ല, ഒരു ആത്മവിശ്വാസത്തിന്റെ കഥയാണ്. ഭയരഹിതമായ, ആത്മബലമുള്ള, ശക്തമായ ഭാരതത്തിന്റെ കഥ. ആ ഭാരതത്തെ കെട്ടിപ്പടുത്ത മോദി എന്ന കരുത്തനായ മനുഷ്യന്റെ കഥ.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച